എല്ലാവർക്കും നമസ്കാരം. കൊഴുപ്പിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഒരിക്കലും തീരുന്നില്ല ആരുടെയും. അതുകൊണ്ട് തന്നെ കൊഴുപ്പിനെ കുറിച്ച് ഉള്ള സംശയം മാറ്റാൻ വേണ്ടി വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ ഞാൻ നിർബന്ധിതയായി തീർന്നിരിക്കുകയാണ്. ഓരോ ദിവസവും വരുന്ന പേഷ്യൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ കോൾസ് ആവട്ടെ, ഒക്കെ തന്നെ അതുപോലെ തന്നെ മെസ്സേജസ് ആവട്ടെ, മാഡം എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, എനിക്ക് ഇത്രയും കൊളസ്ട്രോൾ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെയുള്ള സംശയങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, കൊഴുപ്പ് ശത്രുവല്ല, നമ്മളുടെ മിത്രമാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ ഏകദേശം 1 ഗ്രാം മുതൽ 2 ഗ്രാം വരെ നമ്മളുടെ കരളില് കൊഴുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ദിവസവും അത് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ? അത്രയ്ക്ക് അത്യാവശ്യമാണ് ശരീരത്തിൽ കൊഴുപ്പ്. നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും കൊഴുപ്പിന്റെ ധർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ വളരെ അധികമാണ്. പിന്നെ അതില് ഈ എല്ലാവർക്കും ഒരു ഭയം എന്താണ്, ഇത് കൊഴുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിഞ്ഞുകൂടുന്ന ഒരു സാധനം നമ്മളുടെ രക്തക്കുഴലിൽ കൂടെ പോകുമ്പോൾ അടിഞ്ഞുകൂടുന്ന ഒരു വസ്തുവാണ് എന്നൊരു വിചാരമുണ്ട് അല്ലേ? ഇതല്ലേ നിങ്ങളെ പേടിപ്പിക്കുന്നത്? എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ അതിന്റെ ഒരു ബാലൻസ് വെച്ചാൽ മതി. അതൊരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് മാത്രം. ഈ കൊഴുപ്പ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ടോട്ടൽ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ LDL. എല്ലാവരും പറയുന്ന ഇതാണ്, എൻ്റെ കൊളസ്ട്രോൾ വളരെ കൂടുതലാണ് മാഡം. നോക്കുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ 240, 250 എന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, LDL കൊളസ്ട്രോൾ, അത് അതിനേക്കാൾ കൂടുതലാണെന്ന് പറയും. പിന്നെ HDL, VLDL, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ഡിവിഷൻസ് കൊളസ്ട്രോളിന്റെ. അപ്പൊ ഇതില് ഈ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഈ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ശരിക്കും പറയാൻ അതൊരു ഫെമിലിയൽ ആയിട്ട് തന്നെ അത് ഡിറ്റർമിൻ, നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രക്രിയ പോലെ എല്ലാവർക്കും അത് വ്യത്യസ്തമായിരിക്കും. ഓരോ മനുഷ്യർക്കും ശരീരത്തിന് ആവശ്യമായ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കേണ്ടതുകൊണ്ട് അതനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതുപോലല്ല ട്രൈഗ്ലിസറൈഡ്. LDLും നമ്മുടെ ശരീരത്തിൽ ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതും വലിയ പ്രശ്നമില്ലാതെ കടന്നു പോകും. എന്നാൽ ട്രൈഗ്ലിസറൈഡും VLDLുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. HDL എപ്പോഴും ഒരു 1:4 എന്ന ഒരു റേഷ്യോയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. HDL ആസ് വെൽ ആസ് LDL. കൊഴുപ്പക്കാരിൽ ഈ ട്രൈഗ്ലിസറൈഡും VLDLും അതിനകത്ത് കൊഴുപ്പിന്റെ അംശം കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ കൊഴുപ്പിന്റെ അംശം കൂടുതലുള്ള ട്രൈഗ്ലിസറൈഡിനെയും VLDLനെയും താഴോട്ട് കൊണ്ടുപോകണം. ട്രൈഗ്ലിസറൈഡ് 150ക്ക് താഴെയും VLDL 30ന് താഴെയുമാക്കി നിർത്തുകയും HDL 50ന് മുകളിലേക്ക് കൊണ്ടുപോവുകയും വേണം. ഇതാണ് യഥാർത്ഥത്തിൽ ശരിയായ രീതിയിലുള്ള ഒരു ലിപ്പിഡ് പ്രൊഫൈൽ. അപ്പൊ ഇതെങ്ങനെ സാധ്യമാവും എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. കൊഴുപ്പിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ ഒന്ന് ഞാൻ പറയാം. തല മുതൽ പാദം വരെയുള്ള എല്ലാ നമ്മളുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ കോശങ്ങളുടെ കോശസ്തരങ്ങൾക്ക്, അതായത് സെൽ മെംബ്രെയിൻ ഉൽപ്പാദിപ്പിക്കാൻ ഈ കൊഴുപ്പ് ആവശ്യമാണ്. തലച്ചോറിന്റെ 25% കൊളസ്ട്രോൾ ആണ്. അത് നമുക്ക് ഇല്ല എങ്കിലാണ് കുഴപ്പം. കണ്ണിന്റെ റോഡ്സ് ആൻഡ് കോൺസ്, നമ്മൾ ഈ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള, അത് കൊളസ്ട്രോൾ ഇട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ലങ്സിന്റെ ആവരണമാവട്ടെ, നമ്മളുടെ ഓരോ വയറിനകത്താവട്ടെ, എല്ലാം കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ ജോയിൻസിന് ഏറ്റവും അത്യാവശ്യമാണ് കൊളസ്ട്രോൾ. അതുപോലെ ശരീരത്തിന്റെ ഹോർമോൺസ്, എൻസൈം ഫോർമേഷന് കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മള് രക്തം ഉൽപ്പാദിപ്പിക്കാൻ, ഇങ്ങനെ വളരെയധികം പ്രക്രിയകൾക്ക് ആവശ്യമായ ഒരു മോസ്റ്റ് ഇനവിറ്റബിൾ ഇൻഗ്രീഡിയന്റ് ആണ് കൊളസ്ട്രോൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതിനെ ഭയപ്പെടരുത്. പക്ഷെ ഈ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വിഷയം. അത് ഇങ്ങനെ ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ എവിടെയും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. നേരത്തെ പറഞ്ഞില്ലേ, ട്രൈഗ്ലിസറൈഡും VLDLും കൊഴുപ്പ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ രക്തത്തിന്റെ പരിശോധനയിൽ അത് കൂടുതലുണ്ടെങ്കിൽ, HDL കുറവാണെങ്കിലും 50ന് താഴെയാണെങ്കിലും തീർച്ചയായും ഈ ഒരു ഒട്ടിപ്പിടിക്കൽ, അതായത് അത്രോസ്ക്ലീറോസിസ്, നമ്മുടെ രക്തക്കുഴലിൽ കൂടുതൽ അതിനകത്തൊരു കൊഴുപ്പ് ഡെപ്പോസിറ്റ് ചെയ്യാൻ, പിന്നെ കൊഴുപ്പ് മാത്രമല്ല, അതിനകത്ത് കാൽസ്യം വേണം, അല്ലെങ്കിൽ യൂറിക് ആസിഡ്, അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടാണ് ഈ ഇങ്ങനെ
അതെറോസ്ക്ലെറോസിസ് ഈ നമ്മളെ ഈ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഈ കൊഴുപ്പിന്റെ ഇൻഗ്രീഡിയന്റ് ഈ ട്രൈഗ്ലിസറൈഡും VLDL ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത് ഈവൻ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും നമ്മൾ ഈ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലവും വരത്തില്ല. അപ്പൊ അതിന് നമ്മൾ എങ്ങനത്തെ കൊഴുപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ദൈനംദിന ഭക്ഷണത്തിൽ ഏത് തരം കൊഴുപ്പ് കൂടുതലായി കഴിക്കണം, ഏത് തരം കൊഴുപ്പ് കുറയ്ക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ കൊഴുപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് പ്രധാനമായി 3-4 തരം കൊഴുപ്പുണ്ട്. നമ്പർ 1 സാച്ചുറേറ്റഡ് ഫാറ്റ്, പൂരിത കൊഴുപ്പുകൾ. പൂരിത കൊഴുപ്പിന്റെ ഉദാഹരണമാണ് നമ്മൾ തേങ്ങ, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നെയ്യ്. അപൂരിത കൊഴുപ്പിന്റെ, അപൂരിത എന്ന് പറയുന്ന അൺസാച്ചുറേറ്റഡ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടുത്തത്. ആദ്യത്തത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, രണ്ടാമത്തത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, മൂന്നാമത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഇതാണ് മൂന്നായിട്ട് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്. അപ്പൊ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് ശരീരത്തിൽ എപ്പോഴും വേണം. ഇങ്ങനെയുള്ള ഒത്തിരി ഫങ്ഷൻസ് ഈ കോശങ്ങളുടെ ആവരണമൊക്കെ ഉത്പാദിപ്പിക്കാൻ വേണ്ടേ? നമ്മുടെ ശരീരം എപ്പോഴും പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഴയ കോശങ്ങൾ പോയി പുതിയതായിട്ട് വരും. ഒരു 6 മാസത്തിനകത്ത് നമ്മളുടെ എല്ലാ കോശങ്ങളും പുതിയതായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ഫോർമേഷന് കൂടുതലായിട്ട് കൊളസ്ട്രോൾ എപ്പോഴും വേണം. ഈ കൊളസ്ട്രോളിന്റെ ഒരു ഡെഫിഷ്യൻസി നമുക്ക് വളരെയധികം അസുഖങ്ങളും ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് പൂരിത കൊഴുപ്പ് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വേണം. എന്നാൽ അപൂരിത കൊഴുപ്പിന്റെ അഭാവമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അപൂരിത കൊഴുപ്പ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ HDL എന്ന് പറയുന്നതിന്റെ കുറവാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. ഒരു സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരത്തില്ല. എന്തുകൊണ്ട്? ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എവിടെയും പറ്റിപ്പിടിക്കാതെ എടുത്തോണ്ട് പോയി നമ്മുടെ ലിവറിൽ കൊണ്ടുപോയി അതിനെ പല കാര്യങ്ങൾക്കായി വിനിയോഗിക്കാനായിട്ടുള്ള കാരിയറാണ് HDL. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് എ കാരിയർ ഓഫ് സാച്ചുറേറ്റഡ്. ഈ കൊഴുപ്പ്, പൂരിത കൊഴുപ്പിനെ എടുത്തോണ്ട് പോകുന്ന ഒരു വാഹകനാണ് HDL. അപ്പൊ HDL ഇല്ലെങ്കിൽ ഇയാൾ പറ്റിപ്പിടിച്ചിരിക്കും. അതേസമയം HDL ഉണ്ടെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. അയാൾ അവിടെ ക്ലിയർ ആയിരിക്കും, നമ്മളുടെ രക്തക്കുഴലൊക്കെ ക്ലിയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, ഈ പറയുന്ന മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും കൂടുതലായിട്ട് അതിൽ വേണം. അതിന്റെ ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ തേങ്ങയും വെളിച്ചെണ്ണയും വെർജിൻ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ നെയ്യും. അറിയാമോ? ഇതിനെല്ലാം തന്നെയും ഉള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അതിൽ കൂടുതലാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ മറ്റേ കോക്കനട്ട് മോർ ദാൻ 90% സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. ഒരു പ്രശ്നവുമില്ല. അതിനോടൊപ്പം ഇത് കഴിക്കുന്നതിനോടൊപ്പം ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ HDL, ഈ പറയുന്ന അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട് അതിന്, അത് കൂട്ടും. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനോടൊപ്പം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂട്ടുന്ന ഒരു ഭക്ഷണമാണ് നമ്മൾ എല്ലാ ദിവസവും കഴിക്കേണ്ടത്. എന്നാൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കുറയ്ക്കുകയും അതിനോടൊപ്പം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കുറയ്ക്കുകയും ചെയ്യുന്ന ഭക്ഷണം ഏതാണെന്നറിയാമോ? വെജിറ്റബിൾ ഓയിൽസ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്ന വെജിറ്റബിൾ ഓയിൽസ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ വളരെയധികം നമ്മൾ വാങ്ങില്ലേ അങ്ങനെയുള്ള കുറെ വെജിറ്റബിൾ ഓയിൽസ്. അപ്പൊ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം തന്നെയും തീർച്ചയായും ഈ പറയുന്ന അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അതിൽ കുറയുന്നു. അതോടൊപ്പം അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും കുറയുന്നു. അത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അല്ല ഇവിടെ വില്ലൻ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ അഭാവമാണ്. അപ്പം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതൽ ഉണ്ടെങ്കിലും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അതോടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയും തേങ്ങയും നെയ്യും നമ്പർ 1 ആണ് കുക്കിങ്ങിന്, പാചകത്തിന്. അതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ കലവറയാണ് ഞാൻ എപ്പോഴും പറയുന്ന വെർജിൻ കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും. അറിയാമോ? അപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞ മനസ്സിലായോ? എപ്പോഴും ഞാൻ പറയത്തില്ല, ഏതൊരു എൻ്റെ LK ഡയറ്റ് പ്ലാൻ ആവട്ടെ അല്ലെങ്കിൽ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ആവട്ടെ, ഏതൊരു പാചകത്തിനും ഞാൻ
എപ്പോഴും വെർജിൻ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോഴും മാഡത്തിന് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലാതെ വേറൊരു കാര്യമില്ല. മാഡം ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണോ? ആരെങ്കിലും മാഡത്തിനെ കൊണ്ട് പറയും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം പോലെ എന്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് അത്. ഞാൻ ഈ 10-25 വർഷമായിട്ട് ഇങ്ങനെ പഠിച്ച് ഈ ഭക്ഷണം തന്നെ മരുന്ന് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ദൂരദർശനിലിരുന്ന് പറഞ്ഞ ഡോക്ടറാണ്. അന്ന് മുതൽ എല്ലാ ചാനൽസിലും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്റെ പ്രോഗ്രാംസിൽ, ലൈവ് ഫോണിൻ പ്രോഗ്രാംസിൽ ഞാൻ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും വരുന്ന. അപ്പൊ അന്നേരമൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് ഈ ഭക്ഷണത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പഠിച്ച് അതിന്റെ ഒരു എന്താ പറയുക ഒരു ഫൈനൽ കൾമിനേഷൻ ആണ് ഇപ്പോൾ ഞാൻ ഈ ഹോളിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്, നിംസ് മെഡിസിറ്റിയുടെ ഹോളിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയത്. അപ്പൊ അത് ദൈവ നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം അതൊരു ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു സമയം തന്നെയാണ്, ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോൾ. അപ്പൊ അതനുസരിച്ച് ഭക്ഷണത്തില് ഈ ഒരു കാര്യം ഞാനിത് വീണ്ടും പറയാൻ ഓരോ കാര്യങ്ങൾ വന്നു പോകുന്നതാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ എപ്പോഴും എടുത്ത് വാതോരാതെ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതാണ്. നിങ്ങൾ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ത് കഴിച്ചാലും അതിനോടൊപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ചിക്കനും മട്ടണും മീറ്റും ഒക്കെ കഴിക്കുമല്ലോ, ഇതും കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നമ്മുടെ ശരീരത്തിന് ഏറെ സഹായിക്കുന്നതാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. ആ ഒമേഗ 3 ഫാറ്റി ആസിഡ് മത്സ്യം, അതുപോലെ തന്നെ സോയാബീൻ, അതുപോലെ ബദാം, അവക്കാഡോ ഇങ്ങനെയുള്ളതിനകത്തൊക്കെ, കപ്പലണ്ടി, കാഷ്യൂനട്ട് ഇതിലൊക്കെ ഉണ്ട്. പക്ഷെ കാഷ്യൂനട്ടിൽ കുറച്ചുകൂടി സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അത് കുഴപ്പമില്ല, അത് നമ്മൾ ദിവസവും കഴിക്കാം. പക്ഷെ അമിതമായ അളവിൽ കഴിക്കരുത്, കുറച്ച് കഴിക്കണം. ബദാം ആണെങ്കിൽ നമുക്ക് ഒരു 20 കഴിക്കാം, 20 നമ്പേഴ്സിലൊക്കെ കഴിക്കാൻ പറ്റും. കപ്പലണ്ടി ആണെങ്കിൽ ഒരു കൈപ്പിടി കപ്പലണ്ടി കഴിക്കാം. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ കൂടെ കഴിക്കണം എന്നുള്ളതാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഇപ്പൊ വാങ്ങി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തേങ്ങ എല്ലാ ദിവസവും ഒരു കൈപ്പിടി തേങ്ങ നമുക്ക് അല്ലാതെ തന്നെ ചമ്മന്തി അരച്ചോ അല്ലെങ്കിൽ പയറിനകത്തിട്ടോ അല്ലെങ്കിൽ ഒരു അവിയലിനകത്ത് കൂടുതൽ വേവിക്കാതെ കൂടുതൽ ചൂടാക്കാതെ നമ്മൾ പച്ച തേങ്ങ, ഒത്തിരി മൂത്തു പോകാത്ത തേങ്ങയില്ലേ, ഇടയ്ക്കുള്ള ഇളം പച്ച തേങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഗുണം നമുക്ക് ലഭ്യമാണ്. പിന്നെ മീൻ, മത്തി, അയല, ചൂര, കീരിച്ചാള, അതുപോലെ തന്നെ ചെങ്കലവ, അങ്ങനെയുള്ള മത്സ്യവർഗ്ഗങ്ങൾ, സാൽമൺ, അതൊക്കെ വെസ്റ്റേൺ കൺട്രീസിലുള്ളത്. നമുക്കാണെങ്കിൽ മത്തി, അയല, ചൂര, കീരിച്ചാള, കൊഴിയാള ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും പറ്റിയത്. അതോടൊപ്പം മറ്റുള്ളതിലൊന്നും ഇല്ലെന്നല്ല, നമുക്ക് ഞണ്ട്, കൊഞ്ച്, കണവ, കക്ക ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത് ഇതിലൊക്കെയാണ്. അതും നമ്മളെ വളരെയധികം ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു നല്ല ഫാറ്റി ആസിഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പൊ പറ്റിപ്പിടിക്കാതെ, അതാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത്. HDL ഉണ്ടെങ്കിൽ, സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റിനെ കൂട്ടുകയും HDL-നെയും കൂട്ടുകയും ചെയ്യുന്നത് വെളിച്ചെണ്ണ, തേങ്ങ, അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, പിന്നെ നെയ്യ്, ഇവയാണ്. അപ്പൊ അതിനെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പാചക രീതി നിങ്ങൾ ചെയ്യുക എന്നുള്ളത്. എപ്പോഴും വീട്ടിലെ പാചകത്തിന് ഇങ്ങനെയുള്ള എണ്ണകൾ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ കൊഴുപ്പിന്റെ ധർമ്മം ഞാൻ ഇപ്പോഴും പറഞ്ഞെങ്കിലും വെർജിൻ കോക്കനട്ട് ഓയിൽ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. അത് തല മുതൽ പാദം വരെ എല്ലാ മനുഷ്യർക്കും ആവശ്യമായ കാര്യങ്ങളാണ്. അതിന്റെ ധർമ്മം വളരെ കൂടുതലാണ്. നമ്മൾ അത് ദിവസവും ഒരു 15 ml വെച്ച് 2 നേരമെങ്കിലും, അപ്പൊ 30 ml അത്ര കഴിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമേ അങ്ങനെ കഴിക്കരുത്. കാരണം ചിലപ്പോൾ ഇത് അകത്ത് ചെന്ന് നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക്, വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ ആദ്യം അങ്ങനെ ചെയ്യരുത്. ആഹാരത്തിൽ ചേർത്ത് കഴിക്കണം. ഒരു 5 ml വെച്ച് 3 നേരം ആഹാരത്തിൽ ചേർത്ത് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒത്തിരി മെലിഞ്ഞിരിക്കുന്നവർക്ക് പിന്നെയും ഈ ഫാറ്റ് ഇളക്കി കൊണ്ടുപോകുന്നതായതുകൊണ്ട് മെലിച്ചിൽ വരാം. പിന്നെ വയറ് വീർത്തിരിക്കുന്ന, അതായത് കൂടുതൽ കുടവയറുള്ളവർക്ക് ഏറ്റവും നല്ലതാണ്, കുടവയറ് കുറഞ്ഞു കിട്ടും. അതോടൊപ്പം എനർജി ലെവൽ വളരെ കൂടും. ബ്രെയിൻ ഫുഡാണ് കീറ്റോൺസ്. ഇതിനകത്തുനിന്ന് സ്പ്ലിറ്റപ്പ് ആയി വരുന്ന കീറ്റോൺസ് ആണ് ബ്രെയിനിന്റെ ഭക്ഷണം, ഏറ്റവും വലിയ ഭക്ഷണം. ബോണിന്, നമ്മുടെ എല്ലിനും ഉള്ള തേയ്മാനത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് എക്സലന്റ് ആണ്. വയറിനകത്തുള്ള മൈക്രോഫ്ലോറയുടെ ഭക്ഷണവുമാണ്, നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെയാണ് സ്കിന്നിന്, നല്ല സ്കിൻ ഉണ്ടാവാൻ
ഗ്ലേസിങ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവാൻ, ഈ റിങ്കിൾസ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കും, മാഡത്തിന് ഇവിടെ ഒക്കെ റിങ്കിൾ ഇല്ലേ എന്ന് നിങ്ങൾ എല്ലാവരും ചോദിക്കും. ഇത് എന്റെ പാരമ്പര്യം, ഒരു രക്ഷയില്ല. എന്ത് വിചാരിച്ചാലും ഇത് പോവില്ല. പിന്നെ വല്ല ബോട്ടോക്സ് ഒക്കെ ചെയ്താൽ പോവായിരിക്കും, ഞാൻ പിന്നെ അതിനൊന്നും പോകുന്നില്ല. എന്റെ അമ്മയ്ക്ക് ഇവിടെ കൊച്ചു ചെറുപ്പത്തിലേ ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ നെറ്റിയിൽ വരകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ എത്ര വിചാരിച്ചാലും പോകില്ല. ബാക്കി എല്ലാ ഭാഗങ്ങളിലും വലിയ ചുളിവുകൾ ഇല്ലാതെ പ്രത്യേകിച്ച് പോകുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് എന്റെ ഭക്ഷണത്തിന്റെ. അതുപോലെ വൈറ്റമിൻ ഡി, അതുപോലെ ഒത്തിരി ഹോർമോൺസ് ഉണ്ടാവാനായിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ ഏറെ അത്യാവശ്യമാണ്. പിന്നെ ഹാർട്ടിന്റെ ഫങ്ഷന്, ഹാർട്ടിന്റെ അകത്ത് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ, സ്ട്രോക്ക് വരാതിരിക്കാൻ ഏറെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഫാറ്റി ആസിഡ്സ്, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡിന്റെ കലവറയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മോണോസോഡിയം ലോറിക് ആസിഡ് ബ്രെയിനിന്റെ ഫുഡാണ്. അതുപോലെ തന്നെ ഇത് വയറിനകത്തുള്ള ഡൈജഷനെ കറക്റ്റ് ആക്കുകയും അതുപോലെ മൈക്രോഫ്ലോറയ്ക്കുള്ള ഭക്ഷണമാവും. അമേരിക്കയില് മോണോലോറിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്സ്യൂള് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് അവിടുത്തെ ഹെൽത്ത് സ്റ്റോറുകളിൽ ലഭ്യമാണ്. എനിക്ക് അവിടെയുള്ള പേഷ്യൻസ് ആണ് അത് പറഞ്ഞത്, ഇങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ഇത് കിട്ടാനില്ല. അപ്പൊ ഞാൻ അത് അങ്ങനെ ഞാൻ അവിടെയുള്ളവർക്ക്, വെസ്റ്റേൺ കൺട്രീസിൽ ഉള്ളവർക്കുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ ഞാൻ പറയും, നിങ്ങൾ വാങ്ങിക്കഴിക്കാൻ, രോഗപ്രതിരോധ ശേഷിക്ക് ഏറെ നല്ലതാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അവര് അങ്ങനെ അത് ഫോളോ ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. പിന്നെ കോൺസ്റ്റിപ്പേഷന്, മലബന്ധത്തിന് നമ്പർ 1. എൻ്റെ മകള് പ്രഗ്നൻസി ടൈമില് ഒരു 6-7 മാസം പ്രഗ്നന്റ് ആയിരുന്നപ്പം അവള് ജർമ്മനി പോയപ്പം അവിടെ വെച്ച് അവൾക്ക് ഭയങ്കര ഹൈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ലാക്സേറ്റീവ് മേടിക്കാനോ ഒരു കാര്യവും നടക്കില്ല. ഡോക്ടറെ കണ്ട് മാത്രമേ കിട്ടുള്ളൂ, അവരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കിട്ടുള്ളൂ. അവൾ 3-4 ദിവസം നടന്നിട്ടാണ് അവള് ബുദ്ധിമുട്ടി അവസാനം ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ടുള്ള ലാക്സേറ്റീവ് വരെ വാങ്ങിയത്. അത്രയ്ക്ക് 100 കിലോമീറ്ററിലധികം യാത്ര ചെയ്തിട്ടാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഇവിടെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് മോളുടെ അടുത്ത് പോയത്. അപ്പൊ ഞാൻ ആദ്യം കൊണ്ടുപോയത് ഈ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. പിന്നെ അവിടെ അത് ശരിക്കും പറയാം, അത് ഞാൻ ചെറുതായിട്ട് ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കൊടുത്തപ്പം പിന്നെ അതങ്ങനെ വലുതായിട്ട്, പിന്നെ ഡയറ്റിന്റെ ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നപ്പോൾ അവൾക്ക് കോൺസ്റ്റിപ്പേഷൻ മാറി അങ്ങ് പോയി. അപ്പൊ അങ്ങനെ ചെന്നിറങ്ങിയ സമയത്ത് അവിടുത്തെ ആ ഡയറ്റും എല്ലാം കൂടെ ഒന്ന് ശരിയാവാതെ വന്നപ്പോഴായിരുന്നു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായത്. അത് അന്ന് മുതല് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്റെ എന്താ പറയാ, ഏറ്റവും വലിയ സന്തത സഹചാരിയാണെന്ന് തന്നെ പറയാം. എല്ലാ കാര്യത്തിനും ഞാൻ ഉപയോഗിക്കുന്ന. അന്നേരം ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഫേസിൽ അങ്ങനെയാണ് ഇത് കൂടുതലായിട്ട് ഞാൻ അതുമായിട്ടൊരു കണക്റ്റഡ് ആയത്. ആ ഒരു സമയത്ത് ഏകദേശം 7 വർഷങ്ങൾക്ക് ആ സമയം തൊട്ടാണ് ഞാൻ ഇതിനോട് കൂടുതൽ, ഞാനൊരു ആർഡൻ ലവറായി മാറിയത് വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ. അന്ന് എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാല് ആ സമയത്തൊക്കെ നമ്മൾ ഫേസിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ക്രീമും ഒക്കെ ഞാൻ ഈ അതൊരു നാച്ചുറൽ ഷോപ്പാണ്, എല്ലാം ബ്യൂട്ടി നാച്ചുറൽസ് ഒക്കെ കിട്ടും. അവിടെ നിന്നുള്ള ക്രീമൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിന് മുന്നേ വരെ. അപ്പൊ അവിടെ പോയ സമയത്ത് അതൊക്കെ തീർന്നുപോയി. അപ്പൊ എന്തെടുത്ത് ഞാൻ ഈ വെർജിൻ ഓയിൽ എല്ലാ ദിവസവും തേക്കാൻ തുടങ്ങി ഫേസിൽ. നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച്, ഈ ഒരു ക്രീമിനും കിട്ടാത്ത ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എൻ്റെ ഫേസിന്. എൻ്റെ ക്ലിയർ ക്ലാരിറ്റി വന്നു, യങ് ലുക്ക് വന്നു കുറച്ചുകൂടെ. അപ്പൊ അതൊക്കെ എന്നെ മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഏറ്റവും നല്ല ബ്യൂട്ടിഫിക്കേഷന്, സ്കിൻ നല്ല ടോണറിനും ഒക്കെ നല്ലത് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് എന്നുള്ള ഒരു സത്യമാണ്. നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് വീണ്ടും എപ്പോഴും കൊളസ്ട്രോൾ കുഴപ്പമാണ്. പക്ഷെ ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈലും നോക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡും VLDL-ഉം HDL-ന്റെ റേഷ്യോ നോക്കണം. അതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വെർജിൻ ഓയിൽ റെഗുലറായിട്ട് കഴിക്കുകയും ആഹാരത്തിൽ അന്നജത്തിന്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ തന്നെ പോഷകങ്ങളുടെ അളവ് കൂട്ടണം. omega-3 ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ ഈ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലും സാലഡ്സും നട്ട്സും സീഡ്സും ഒക്കെ ധാരാളമുള്ള ഫിഷും ഒക്കെ. ഇപ്പം വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ പറയുന്ന അവക്കാഡോ അല്ലെങ്കിൽ സോയാബീൻ, അതല്ല എങ്കിൽ നട്ട്സ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള സാധനം, ചിയ സീഡ് ഏറ്റവും നല്ലതല്ലേ omega-3 ഫാറ്റി ആസിഡ്. അപ്പൊ അങ്ങനെയുള്ള ആഹാരങ്ങൾ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ശരിയായ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭക്ഷണ രീതി കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല.
പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോവിഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് എപ്പോഴും ഈ നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ഒരു ക്ലോട്ടിംഗ് ടെൻഡൻസി അങ്ങനെ കുറച്ചൊന്നും കാണാറുണ്ട്. അതിനെ നമ്മൾ ശ്രദ്ധിച്ച് പോകണം. അങ്ങനെ ഒരു അവസ്ഥ, അതായത് എന്തെങ്കിലും നെഞ്ചുവേദന അങ്ങനെയൊക്കെ ഉള്ളവര് തീർച്ചയായും ഒരു ആസ്പിരിൻ, ബേബി ആസ്പിരിൻ ദിവസവും കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. പക്ഷെ അത് എപ്പോഴും ഒരു ഡോക്ടറുടെ സൂപ്പർവിഷന് മാത്രമേ അത് കഴിക്കാവൂ. അതല്ല എങ്കിൽ ഏറ്റവും നല്ലത് വെളുത്തുള്ളിയും കരിഞ്ജീരകവുമാണ്. നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ വെളുത്തുള്ളി, കരിഞ്ജീരകം അവയൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പൊ അത് നമുക്ക് ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ്, അതായത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കും. പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഒക്കെ വരാതിരിക്കാൻ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ജീരകവും. അതൊക്കെ എൻ്റെ ഇഷ്ടംപോലെ റെസിപ്പികൾ കിടപ്പുണ്ട്. കരിഞ്ജീരക ചായ, പിന്നെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് 2-3 വെളുത്തുള്ളി എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ചേർത്ത് കുറച്ചു നേരം വെളി വെക്കണം, ചതച്ചിട്ട് വെളി വെക്കണം. അപ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത്, അതിനകത്തുള്ള ഇൻഗ്രീഡിയന്റ്. എന്നിട്ട് വേണം അത് കഴിക്കാൻ. എന്നിട്ട് ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ വെളുത്തുള്ളി ഒരു പിക്കിൾ ഇട്ട് വയ്ക്കുക, ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിക്കിൾഡ് വെജിറ്റബിളിനോടൊപ്പം വെളുത്തുള്ളിയും കൂടെ ചേർത്ത്, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഈ ക്ലോട്ടിംഗ് ടെൻഡൻസി ഉണ്ടാവാതിരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ശരീരത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏകദേശ രൂപം മനസ്സിലായല്ലോ. ഇനിയെങ്കിലും നമ്മൾ കൊളസ്ട്രോളിനെ പേടിക്കരുത്. പക്ഷേ കൊളസ്ട്രോളിന് നമ്മൾ ഈ VLDL-ഉം ട്രൈഗ്ലിസറൈഡും HDL-ഉം തീർച്ചയായും നമ്മുടെ മനസ്സിൽ വേണം. അതിന്റെ റേഷ്യോയും എപ്പോഴും ചിന്തിക്കുക. അതിന്റെ റേഷ്യോ മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണ രീതി കറക്റ്റാക്കി കൊണ്ടുപോവുക. ഓക്കെ, ഇപ്പോൾ കുറച്ച് നീണ്ടുപോയി, എന്നാലും നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.